അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറത്തുൽ ഹുമസയാണ്. ഹുമസയിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യം: അൽ ഹുമസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: കുത്തുവാക്ക് പറയുന്നവൻ. അടുത്ത ചോദ്യം: ഈ സൂറത്തിൽ പരാമർശിക്കുന്ന ഹുത്തമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: പൊടിച്ചു കളയുന്നത് അല്ലെങ്കിൽ തകർക്കുന്നത്, ക്രഷർ. അടുത്ത ചോദ്യം: നരകത്തിന് ഹുത്തമ എന്ന് പേര് വരാൻ പണ്ഡിതന്മാർ പറയുന്ന കാരണമെന്ത്? ഉത്തരം: അതിൽ എറിയപ്പെടുന്ന ഏതൊരു വസ്തുവിനെയും അത് പൊടിച്ചു തകർത്ത് കളയുന്നത് കൊണ്ടാണ് ഹുത്തമ എന്ന പേര് വരാൻ കാരണം. സമ്പത്തും തെറ്റായ ചിന്തയും. സമ്പത്തിനെക്കുറിച്ച് അദ്ദദ എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ സാരമെന്ത്? ഉത്തരം: സമ്പത്ത് എണ്ണി എണ്ണി ശേഖരിച്ചു വെക്കുകയും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. അതിനാണ് അദ്ദദ എന്ന് പറയുക. അടുത്ത ചോദ്യം: ഈ സൂറത്തിൽ പരാമർശിക്കുന്ന വ്യക്തിയുടെ തെറ്റായ ചിന്താഗതി അല്ലെങ്കിൽ ഫാൾസ് ലോജിക് എന്തായിരുന്നു? ഉത്തരം: തൻ്റെ സമ്പത്ത് തന്നെ ശാശ്വതമായി നിലനിർത്തും എന്നതായിരുന്നു അയാളുടെ വിചാരം. മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് തൻ്റെ സമ്പത്ത് കൊണ്ടുപോകും എന്നൊരു തെറ്റായ ചിന്തയായിരുന്നു. അടുത്ത ചോദ്യം: മുഅസ്വദ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം: ചുറ്റും അടച്ചുപൂട്ടത്. രക്ഷപ്പെടാൻ ഒരിടവുമില്ലാതെ നരകവാതിലുകൾ അടയ്ക്കപ്പെടുമെന്നത്രം. മൊത്തം മൂടിവെച്ചത്, ക്ലോസ്ഡ് ഓവർ, എല്ലാം അടച്ചു മൂട്ടപ്പെട്ട് അവിടെയാണ് നരകശിക്ഷ ഉണ്ടാവുക. അതാണ് മുഅസ്വദ എന്ന വാക്കിൻ്റെ അർത്ഥം. അമദിൻ മുമദ്ദദ എന്ന വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം: നീട്ടിപ്പണിത തൂണുകൾ. നരകത്തിൻ്റെ വാതിലുകൾ വലിയ തൂണുകൾ കൊണ്ട് ഭദ്രമായി അടയ്ക്കപ്പെടും എന്ന് സൂചിപ്പിക്കുന്നു. വൈൽ എന്നതിൻ്റെ അർത്ഥം. രണ്ടർത്ഥങ്ങൾ വിശദീകരണത്തിൽ കൊടുത്തിട്ട് അതിലൊന്നാമത്തെ അർത്ഥം കഠിനമായ ശിക്ഷ അല്ലെങ്കിൽ നാശം. രണ്ടാമത്തെ അർത്ഥം നരകത്തിലൊരു താഴ്വരയുടെ പേരാണ് വൈൽ എന്ന് പറയുന്നത്. അടുത്തത് ലയുംബദന്ന എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും അവൻ വലിച്ചെറിയപ്പെടും എന്നുള്ളതാണ്. ഒട്ടും ആദരവില്ലാതെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് സാരം. ഈ സൂറത്ത് നൽകുന്ന പാഠങ്ങൾ: ഒന്നാമത്തേത് സാമ്പത്തികമായിട്ടുള്ള പാഠമാണ്. സമ്പത്തൊരു ലക്ഷ്യമായി കാണരുത്, അത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കാനുള്ള മാർഗം മാത്രമാണ്. അസൂയയും അഹങ്കാരവും, തൻ്റെ കയ്യിലുള്ള സമ്പത്തിൽ അഹങ്കരിക്കുകയും മറ്റുള്ളവരെ നിസ്സാരമായി കാണുകയും ചെയ്യുന്നതാണ് ഹുമസയിലേക്കും ലുമസയിലേക്കും നയിക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. വിശ്വാസികൾക്കുള്ള ഓർമ്മപ്പെടുത്തൽ. ഒന്നാമത്തേത് നാവിനെ താക്കീതാണ്. ചോദ്യം: ഈ സൂറത്ത് നാവിന് നൽകുന്ന താക്കീത് എന്ത്?
നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്, അത് നരകശിക്ഷയ്ക്ക് കാരണമാകുമെന്നാണ്. അള്ളാഹുവിൻ്റെ തീ. ചോദ്യം: നരകത്തെ അള്ളാഹുവിൻ്റെ തീ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? നാറുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം: മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന തീയേക്കാൾ ഭയാനകവും അള്ളാഹുവിൻ്റെ നീതി നടപ്പിലാക്കാൻ സജ്ജമാക്കപ്പെട്ടതുമായതുകൊണ്ടാണ്. അടുത്ത ചോദ്യം: നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടും എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട വികാരമെന്ത്? ഉത്തരം: പശ്ചാത്താപമില്ലാതെ മരിച്ചാൽ നരകത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന വലിയൊരു ഭയമാണ് നമ്മെ നയിക്കേണ്ടത്.